സ്വാഗതം ഇൻസൈറ്റിലേക്ക്. പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം, അതിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടി, അതിനുശേഷമുണ്ടായ സംഘർഷം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ സ്വീകരിച്ച നിലപാട് വിശദീകരിക്കാനായിട്ട് പാർലമെൻറ്റ് അംഗങ്ങളടങ്ങിയ വിവിധ സംഘങ്ങളെ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. അതിലൊരു സംഘത്തിൻ്റെ തലവനായി തിരുവനന്തപുരത്ത് നിന്നുള്ള MP-യും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂരിനെ നിശ്ചയിച്ചപ്പോൾ മുതൽ ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ടായി. കോൺഗ്രസിനുള്ളിൽ നിന്ന് അതിനെതിരെ വിമർശനമുണ്ടായി. കോൺഗ്രസിനോട് ചോദിക്കാതെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പാർലമെൻ്ററി സമിതിയുടെ അല്ലെങ്കിൽ ഒരു സർവകക്ഷി സംഘത്തിൻ്റെ തലവനാക്കുക എന്ന ചോദ്യമുയർന്നു. പക്ഷേ എന്തായാലും കോൺഗ്രസ് നിശ്ചയിച്ച് നൽകിയ അംഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ശശി തരൂർ അടക്കമുള്ള ആളുകളെ തീരുമാനിക്കുകയും അത് പിന്നീട് കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. കോൺഗ്രസ് ഇത് സമ്മതിക്കുന്നതിന് മുമ്പേ തന്നെ ശശി തരൂർ ഈ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു. അതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് കോൺഗ്രസിനുള്ളിൽ വിമർശിക്കപ്പെട്ടു. അതിനുശേഷം ശശി തരൂർ ഈ സംഘത്തിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. ഇപ്പോൾ ഗയാനയും പാനമയുമാണ് അവർ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇനി അമേരിക്ക സന്ദർശിക്കാനിരിക്കുന്നു, കൊളംബിയ സന്ദർശിക്കാനിരിക്കുന്നു, ബ്രസീൽ സന്ദർശിക്കാനിരിക്കുന്നു. അപ്പോൾ ഈ 2 സന്ദർശനങ്ങൾ കഴിഞ്ഞപ്പോൾ ശശി തരൂരിൻ്റെ സംസാരം അത് BJPക്ക് വേണ്ടിയുള്ള സംസാരമാണ് എന്ന വിമർശനം കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയാണ്. ശശി തരൂർ പാനമയിൽ നടത്തിയ പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ഈ വിമർശനത്തിന് ഹേതുവാകുന്നത്. ആ പ്രസംഗം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് BJP എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എന്താണോ ഉദ്ദേശിക്കുന്നത്, അവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് അനുസരിച്ച് ശശി തരൂർ സംസാരിക്കുന്നു എന്ന് തോന്നാം. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തൊരു സർവകക്ഷി സംഘത്തിൻ്റെ ഭാഗമായി പോകുന്ന ഒരാൾ, അതിന് നേതൃത്വം നൽകുന്ന ഒരാൾ ഇന്ത്യൻ ശബ്ദമല്ലേ അല്ലെങ്കിൽ ഇന്ത്യയുടെ യോജിച്ചുള്ള ശബ്ദമല്ലേ അവിടെ പ്രകടിപ്പിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യും. 2 സംഗതികളോടെയാണ്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ നിന്ന് ശക്തമായ വിമർശനം ശശി തരൂരിൻ്റെ നിലപാടിനോട് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ചില നേതാക്കൾ പരസ്യമായി തന്നെ അത് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളാക്കുന്നു. അത് ജയറാം രമേശിനെ പോലുള്ള നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തു. നമുക്കൊപ്പം ഉള്ളത് ദാമോദർ പ്രസാദ് എന്താ തോന്നുന്നു, ഈ ശശി തരൂരിൻ്റെ ഈ സ്റ്റാൻഡ്, മോഡിയുടെ അമേരിക്കൻ സന്ദർശനം മുതൽ തുടങ്ങിയ ഷിഫ്റ്റുണ്ട് ശശി തരൂരിൻ്റെ അഭിപ്രായങ്ങൾ, എന്താ തോന്നുന്നു ശശി തരൂരിൻ്റെ സ്റ്റാൻഡ്? ഇപ്പോൾ ഈ കാര്യത്തിൽ ശശി തരൂർ ഈ വിധത്തിൽ തന്നെയാണോ സംസാരിക്കേണ്ടത്, അതോ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കാൻ സാധിക്കും? ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കാമെന്നാണല്ലോ ശശി തരൂർ അവകാശപ്പെടുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്ന കാര്യം BJP തന്ത്രപരമായിട്ട് ഉപയോഗിച്ചൊരു ഇതാണ്. കാരണം ഈ പാകിസ്ഥാനിലെ പെഹൽഗാമിലെ ഭീകരാക്രമണ ശേഷം പാകിസ്ഥാനെ സെലക്ടഡ് ടാർഗറ്റിൽ ആക്രമിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തതിന് ശേഷം BJP ഒരു വിജയം നേടി. കേന്ദ്ര സർക്കാർ വിജയം നേടി, ഇന്ത്യ വിജയം നേടുന്നതുകൊണ്ട് BJP അത്യന്തമായിട്ട് നരേന്ദ്രമോദിക്ക് അതിൻ്റെ അകത്തൊരു ഗ്ലോറി ഉണ്ട്. അത് പരമാവധി ലോകത്തറിയിക്കാനും ആഭ്യന്തരമായിട്ട് BJP കൺസോളിഡേറ്റ് ചെയ്യാനാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന കാര്യം മുമ്പ് കാർഗിലിൻ്റെ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കുന്നത്. പക്ഷേ BJPക്ക് ഏറ്റവും തന്ത്രപരമായ കാര്യം ഒരു പ്രത്യേക ട്രാപ്പ് കൊണ്ട് BJP എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെച്ചു കൊടുത്തു. ഇന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ദേശദ്രോഹികളായി മുദ്ര കുത്തപ്പെടും. എന്നാൽ ഇതിനോടൊപ്പം നിൽക്കുമ്പോൾ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചതെങ്കിൽ BJPയുടെ സ്ട്രാറ്റജി വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്യാമ്പയിനാക്കി മാറ്റാം. അപ്പോൾ അത് പാകിസ്ഥാൻ വിരുദ്ധമല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് വിസ്തരിക്കാന്ന് പറഞ്ഞാൽ വാസ്തവം സംഭവിക്കുന്നതാണ് മോഡിയുടെ വിദേശ നയം, നരേന്ദ്രമോദിയുടെ വിദേശ നയം, നരേന്ദ്രമോദിയുടെ വിജയമാണ് നമ്മൾ ലോകരാജ്യങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമ്പയിൻ ആരാണ് ഏറ്റെടുക്കുന്നത്? കോൺഗ്രസിൻ്റെ MP. ഇത്രയും കാലം BJP വിമർശിക്കുകയും നരേന്ദ്രമോദിയെ തന്നെ വ്യക്തിപരമായി വിമർശിക്കുന്ന ശശി തരൂർ തന്നെ ഇന്ന് അതിൻ്റെ വക്താവായിട്ട് ലോകരാഷ്ട്രങ്ങൾ പോകണം. അത് വലിയ വിജയം BJPക്ക് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം തന്നെയാണ്, അത് യാഥാർത്ഥ്യമാണ്. നയതന്ത്രപരമായിട്ടല്ല ഇവിടെ ശശി തരൂർ പറഞ്ഞത്. രാജീവ് നേരത്തെ സൂചിപ്പിച്ച കാര്യം വളരെ വ്യക്തമാണ്. പനാമയിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ച് കാലത്തിനോട് സർക്കാർ നടത്തിയ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ആക്രമണം, സർജിക്കൽ സ്ട്രൈക്ക് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അത് മുതൽ പുതിയ ചരിത്രം ആരംഭിക്കുന്ന മട്ടിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ പുതിയ ചരിത്രം ആരംഭിക്കുന്നു, ഇന്ത്യ പ്രത്യേക രീതിയിൽ തൻ്റെ അധികാരം അസേർട്ട് ചെയ്യുന്നു എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത്. അതാണ് കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. കാര്യം മുമ്പ് പോലെ 70-ൽ നടന്ന പാകിസ്ഥാൻ ഡിഫീറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇതിനൊരു ക്യാമ്പയിൻ കൊടുക്കുമ്പോൾ ആത്യന്തികമായി ആരാണ് ജയിക്കുന്നത്? നരേന്ദ്രമോദി തന്നെയാണ്. അതിൻ്റെ അകത്ത് നരേന്ദ്രമോദിക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്, BJPക്കാണ് ഗുണം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശശി തരൂർ അവകാശപ്പെടാം കേരളത്തിൻ്റെ കൊച്ചു രാഷ്ട്രീയമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം എന്നല്ല എന്നെ ബാധിക്കുക. ഞാൻ ദേശത്തിൻ്റെ വലിയ വക്താവാണ്, സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. ആയിക്കോട്ടെ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ് വേണം, കാര്യം ഇന്ത്യയുടെ വിദേശ നയം അവതരിപ്പിക്കണം. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്?
നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന തരത്തിലാണ് പോണത്. അപ്പോൾ നേരത്തെ രാജീവ് സൂചിപ്പിച്ച കാര്യമുണ്ട്, ഇത് ഇന്ന് തുടങ്ങുന്നതോടുമില്ല. ഈ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മുമ്പ് തന്നെ ഈ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാര്യം കോൺഗ്രസ്സായിട്ട് ഒരു ഫ്രിക്ഷൻ കുറച്ച് കാലം മുമ്പായിട്ട് തന്നെ ശശി തരൂർ വന്നിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് തന്നെ കേരളത്തിലാണെങ്കിൽ പിണറായി വിജയനെ പുകഴ്ത്തിയിട്ടുണ്ട്, അവിടെ കേന്ദ്രത്തിലാണെങ്കിൽ മോഡിയെ പുകഴ്ത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എം പി ആണെന്ന് ആലോചിക്കണം. കാര്യം ഇവിടെ ശശി തരൂർ 4 തവണ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞ് ജയിച്ചു വന്ന ആളാണ്. മാത്രമല്ല നരേന്ദ്രമോദി ഈ ഇലക്ഷൻ വിമർശിച്ചിട്ടുമുണ്ട്. ആ വിമർശനം പെട്ടെന്ന് ചൂട് മാറ്റുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് അവസരവാദം എന്നാണോ വിളിക്കുന്നത് എനിക്കല്ല, പക്ഷേ രാഷ്ട്രീയമായിട്ട് ചെയ്യുന്നത് ഒരു വഞ്ചന അതിൻ്റെ അകത്തുണ്ട്, വഞ്ചനാത്മക നിലപാടുണ്ട്. കാരണം ഇവിടെ ആരും ഈ ഉദാഹരണത്തിന് തരൂരിനെ ഇതിലേക്ക് ചുമതലപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് നിഷേധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് ചോദിക്കാമായിരുന്നു. ഒരു സംഘടനയോട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യാവുന്നൊരു കാര്യം, സ്വാഭാവികം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് ആ നിഷേധം കൊണ്ടുവന്നില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ടോണിലല്ല സംസാരിക്കുന്നത്. സർക്കാരിൻ്റെ വക്താവായി മാറുക, ഇന്ത്യയുടെ വക്താവ് എന്നേക്കാൾ ഉപരിയായിട്ട് BJP സർക്കാരിൻ്റെ വക്താവായി മാറുകയും നരേന്ദ്രമോദിയുടെ പേഴ്സണൽ വക്താവായി മാറുന്ന സ്ഥിതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്, ഇലക്ഷൻ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് വിസ്മരിച്ചുകൊണ്ട് എങ്ങനെയാണ് ശശി തരൂർ ഈ കാര്യം ഇടപെടുന്നത്? പക്ഷേ അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നം അതിലുണ്ട്. അതായത് ഇതിങ്ങനെ വിശദീകരിക്കുമ്പോൾ സർക്കാരിൻ്റെ വേർഷൻ എന്താണോ ആ വേർഷൻ തന്നെയാണ് വിശദീകരിക്കപ്പെടുക. സർക്കാരിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ മോദി സർക്കാരിൻ്റെ വേർഷനായിട്ടും നരേന്ദ്രമോദിയുടെ വേർഷനായിട്ടും ചുരുക്കപ്പെടുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ ഇതിങ്ങനെ അല്ലാതെ എങ്ങനെ പറയും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമ്മൾ വിദേശ രാജ്യത്ത് പോയിട്ട് നമുക്ക് ഈ നറേറ്റീവിൽ നിന്നും മാറി വേറൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ നിലയ്ക്ക് ആണ് ശശി തരൂർ ഇതിനെ കാണുന്നത്. ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് ശശി തരൂർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അഥവാ അതിൽ നിന്ന് മാറി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്നൊരു റിപ്പർക്കഷൻ എന്ന് വെച്ചാൽ ഞാൻ മോശപ്പെടുത്തണം എന്നുള്ള അർത്ഥത്തിലല്ല. ഗവൺമെൻറ് നറേറ്റീവിൽ നിന്ന് മാറിക്കൊണ്ട് കുറേ കൂടെ ഫാക്ച്വലായ, കുറേ കൂടെ ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന വിധത്തിലുള്ളൊരു വിവരണം ശശി തരൂർ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രാജ്യത്തിൻ്റെ കാര്യം വിശദീകരിക്കാൻ പറഞ്ഞു വെച്ചു, അദ്ദേഹം അവിടെ പോയിട്ട് രാജ്യവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്, അത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ് എന്നുള്ള പഴികേക്കലല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ ശശി തരൂരിനെ കോൺഗ്രസ് വിമർശിക്കുമ്പോൾ, കോൺഗ്രസിലെ ചില നേതാക്കളെങ്കിലും വിമർശിക്കുമ്പോൾ, കോൺഗ്രസിൽ തന്നെ ദേശവിരുദ്ധ ശക്തി നയിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അല്ലാത്തൊരു ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട് BJP. അതാണ് രാജീവിടെ ശശി തരൂർ പോലും അതിന് അവസരം ഒരുക്കി. അതായത് രാജീവ് അവസാനം പറഞ്ഞ കാര്യം, രാഹുൽ ഗാന്ധി വ്യക്തിപരമായ ടാർഗറ്റ്, അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ നടപടികൾ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നൊഴി, അതൊരു സംശയം പോലും സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാഗത്ത് സംശയം ഉണ്ടാവേണ്ടതാണ്, ഒരു സംശയം പോലും ഉന്നയിക്കാതെ എല്ലാവരും പിന്തുണച്ചു എന്നാണ് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് തുടക്കം നില തന്നെ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ നിലപാട് നിലയ്ക്കാണ്. അപ്പോൾ ആ ഇന്ത്യൻ നിലപാട് ആണ്. അതുകൊണ്ടാണല്ലോ സർവകക്ഷി സംഘത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മമത മാത്രം എതിരഭിപ്രായം പറയുകയും അത് ആളെ ചേർക്കുന്ന കാര്യത്തിൽ മാത്രം എല്ലാവരും ഒരേ നിലപാടെടുക്കാൻ കാരണം, അല്ലെങ്കിൽ അവർ പറ്റില്ല എന്ന് പറയുമായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ MP മാർക്ക് പോകാൻ പാടില്ല. പക്ഷേ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കുക, വിദേശങ്ങളിൽ പോകുക എന്നുള്ളത് തന്നെ അവരെല്ലാം അംഗീകരിച്ചാണ്. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യ സംവിധാനം ചെയ്യുന്ന കാര്യം. ഇതിപ്പോൾ നമ്മൾ യുദ്ധമൊന്നും വിജയിക്കുകയല്ല ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക സമൂഹത്തിൽ ഭീകരാക്രമണം നടന്നു, അതിനെ തിരിച്ചടിച്ചു വന്നുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പോൾ അറിയിക്കാൻ ഒരു സന്ദേശയാത്ര പോയതിനെക്കുറിച്ചുള്ള വിമർശനമൊക്കെ പലതരത്തിൽ ഉയർന്നു വരുന്നിട്ടുണ്ട്. ശരി, അത് പക്ഷേ ഒരു ഇന്ത്യയുടെ ഒരു സന്ദേശം ലോകത്തെത്തിക്കാനുള്ള ഒരു പ്രാധാന്യത്തോട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ശശി തരൂർ അവിടെ അങ്ങനെയാണോ പറയുന്നത്? ശശി തരൂർ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് നേരിടുന്ന കാര്യത്തെക്കുറിച്ച് അവഗണിക്കുന്നുണ്ട്. കാര്യം രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ ചാരനക്കൽ രീതിയിലാണ് IT സെല്ലുകൾ, അതായത് BJPയുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. അതായത് വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ ചില അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി വാദിച്ചതിൻ്റെ പേരിൽ അങ്ങനെ രീതിയിൽ വിമർശിക്കപ്പെടുകയും അതേസമയം തന്നെ ശശി തരൂർ ഈ നിലപാടെടുക്കാതെ, കാര്യം കോൺഗ്രസിൻ്റെ നിലപാടാണല്ലോ വേണ്ടത്. അപ്പോൾ കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്തുള്ള ഡിവിഷൻ ശശി തരൂരിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്. ആ ഡിവിഷനെ BJP മുതലെടുക്കേണ്ടത് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ജ്ഞാനം, രാഷ്ട്രീയ ജ്ഞാനം, ഒരു നൈതിക ബോധവും ശശി തരൂരിന് വേണ്ടതാണ്. കാര്യം കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ജയിച്ചു വരുന്നത് കോൺഗ്രസ് ടിക്കറ്റിലാണ്. കാര്യം BJPക്കാരനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചുകൊണ്ട് വരുന്നത്. കാര്യം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായിരുന്നു. അതെങ്ങനെ വിസ്മരിക്കും? അത് വിസ്മരിക്കുന്നത് ശരിയല്ലോ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, വിദേശത്ത് പോയി ശശി തരൂർ പറയുന്ന കാര്യം ഇന്ത്യയുടെ രാഷ്ട്രീയം പറയുക, ഇന്ത്യയുടെ നയന്ത്രം പറയുക, ഇന്ത്യ പാകിസ്ഥാനെ ബന്ധപ്പെട്ട് നടത്തുന്ന ക്രോസ് ബോർഡർ ടെററിസത്തെ കുറിച്ച് പറയുന്നതല്ല ചെയ്യുന്നത്. അതിനപ്പുറം നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും തരൂർ പറഞ്ഞിട്ടില്ലല്ലോ. 2024 തെരഞ്ഞെടുപ്പിൽ തരൂരിന് കേരളത്തിൽ തിരുവനന്തപുരം മത്സരിക്കുമ്പോൾ, അതുപോലത്തെ അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിൽ
യുറിയൊക്കെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിരുന്നു. നമുക്കറിയാം ബാലക്കോട്ട് നടന്ന ഇതൊക്കെ പ്രധാനപ്പെട്ട ആ സമയത്തും തരൂർ കേരളത്തിൽ ക്യാമ്പയിൻ നടത്തിയിട്ടില്ലോ. തൻ്റെ സ്ഥാനാർത്ഥിയുള്ള സമയത്ത് അന്ന് പറയായിരുന്നല്ലോ തരൂരിന് BJP നടത്തിയ വലിയ ക്യാമ്പയിനാണ്, നരേന്ദ്രമോദി വിജയിച്ച ഒരാളാണെന്നും നരേന്ദ്രമോദിയുടെ ഈ മിലിറ്ററി ക്യാമ്പയിൻ വളരെ ശരിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. 2019 2024 അതിനെക്കുറിച്ച് അക്ഷരം വേണ്ടിയല്ലോ. BJPക്കാർ അവരുടെ കാര്യം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. 2019 2024 പറഞ്ഞിട്ടുണ്ട്. ആ വിദേശ നയവും നരേന്ദ്രമോദി വിദേശ നയവും പാകിസ്ഥാൻ നടപടിയെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ക്യാമ്പയിനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2019 നമുക്ക് എല്ലാവർക്കും അറിയാം ഉറി ആക്രമണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ സമയത്ത് തരൂരൊന്നും മിണ്ടിയില്ല. ഇതിപ്പോഴാണ് തരൂർ. അപ്പോൾ തരൂർ 2019 തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന സമയത്ത് ഇലക്ഷൻ ആ സമയത്ത് ഈ പ്രൈം മിനിസ്റ്റർ വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകം എഴുതിയ ആളാണ്. പെട്ടെന്ന് ഇതെങ്ങനെയാണ് ബോധോദയം ഉണ്ടാകുന്നത്? ആ ബോധോദയം ഉണ്ടാകുന്നത് മാത്രമല്ല ടർക്കിയെക്കുറിച്ച് വിവരദോഷ കമൻറ്റും അദ്ദേഹം ഞാനത് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ അന്ന് ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ, സെലക്റ്റീവ് മെമ്മറി ലോസ് എന്ന് പറയുന്നത്. അത് തുർക്കിയുടെ കാര്യത്തിൽ മാത്രമല്ലെന്ന് തോന്നുന്നു, ഇവിടെയും അത് സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2019 ഈ ഉറിക്ക് ശേഷം അന്ന് വിദേശകാര്യ വകുപ്പിലുണ്ടായിരുന്ന ജയശങ്കർ പാർലമെൻ്ററി കമ്മിറ്റിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് മുമ്പും പ്രിസൈസായിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻ, അത് നിയന്ത്രണ രേഖ കടന്നിട്ടുള്ള ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ അന്നത്തെ ഗവൺമെൻറ് പരസ്യമാക്കിയിട്ടില്ല എന്ന് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പ് ഇന്നത്തെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന ജയശങ്കർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശശി തരൂരിന് അറിയാത്തതല്ല. അതിനുശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു ഇൻ്റർവ്യൂവിൽ UPA ഭരണകാലത്ത് പല കുറി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിർത്തി കടന്ന് നിയന്ത്രണരേഖ കടന്ന് സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങളത് പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് അതിനുശേഷം ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ആ പട്ടികയുടെ ആധികാരികത അവിടെ കിട്ടുക, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി പുറത്തുവിട്ടൊരു പട്ടികയാണുള്ളത്. അതുണ്ടായിരിക്കുകയാണ് അദ്ദേഹം പാനമയിൽ പോയി പറയുന്നത്, ഇത് ആദ്യമായി ഉറിയിൽ ഞങ്ങൾ നിയന്ത്രണരേഖ ലംഘിച്ച് ആക്രമണം നടത്തി, പിന്നീട് അതിർത്തി കടന്ന് ബാലക്കോട്ട് ആക്രമണം നടത്തി, ഇപ്പോൾ ഇതാ പഞ്ചാബ് പ്രവിശ്യയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. ഇവിടെയാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത്. അവിടെ സത്യം പറഞ്ഞാൽ ശശി തരൂരിൻ്റെ ആത്മാർത്ഥതയെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഈ ദേശീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന വ്യാഖ്യാനത്തെ, എന്ന വിശദീകരണത്തെ നമുക്ക് അവിശ്വസിക്കേണ്ടി വരും. സംശയാസ്പദമാണ് ആ ദേശീയ താല്പര്യം. സംശയാസ്പദമെങ്കിൽ അതായത് കോൺഗ്രസിൻ്റെ MP ആണ് ഇന്ത്യൻ, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പോലെ, E.T. മുഹമ്മദ് ബഷീർ പോലെ, കനിമൊഴിയെ പോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സന്ദേശം പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദം അത് ഇന്ത്യയെ എത്രമാത്രം ബാധിക്കുന്നു, അതിന് നമ്മൾ മുമ്പിൽ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ലോകസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് പൊതുവിൽ സഹിഷ്ണു നിലപാടെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നത്. ഈ നിലപാട് അവതരിപ്പിക്കാനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ പത്രവാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇവർ പോയിട്ടുള്ളത്. മറിച്ച് വ്യക്തിപരമായിട്ട് ആരും പ്രകീർത്തിക്കാൻ ഒരു സർക്കാർ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ സർക്കാരിന് ഹാൻഡ് ഔട്ട് കൊടുത്തിട്ടും എനിക്കറിയില്ല. ആ നേരം സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട കാര്യം നമ്മൾ നോക്കുമ്പോൾ മറ്റാൾക്കാരും പറയുന്നില്ല, മറ്റ് രാഷ്ട്രീയ നേതാക്കളാരും പോയിട്ടില്ല. അപ്പോൾ തരൂർ പ്രത്യേകമായി എടുത്തു പറയുമ്പോൾ അത് നമ്മളെങ്ങനെ, അപ്പോൾ ഈ സെലക്റ്റീവ് മെമ്മറിയുടെ ഒപ്പം തന്നെ നമ്മൾ കാണേണ്ട കാര്യം, ഇത് പഹൽഗാം ഭീകരാക്രമണം മുമ്പേ തരൂരിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. വികസന നായകനായിട്ടും എല്ലാം തന്നെ പറയും. ഈ കാര്യം മാത്രമല്ല, വിദേശ നയത്തിൻ്റെ കാര്യം മാത്രമല്ല, ആ മാറ്റത്തിൻ്റെ കാരണം ഹേതു എന്താണ്, അതിന് കാരണം എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിന് 2-3 കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഇനി തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ടാവില്ല, കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷേ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് താല്പര്യങ്ങളുണ്ടാവും, അദ്ദേഹത്തിന് മറ്റ് താല്പര്യങ്ങളുണ്ടായിരിക്കാം. അല്ലാതെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ആണെങ്കിൽ ഈ നിലപാടിലെടുക്കാം. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്ന നിലപാട് വളരെ കൃത്യമാണ്, ദേശീയ താല്പര്യം ഉയർത്തിപ്പെട്ട് അദ്ദേഹത്തിന് ലേഖനം എഴുതാം, അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കും. പക്ഷേ ഇവിടെ അതല്ല. ഇത് കഴിഞ്ഞ കുറേ കാലം നിലപാടിന് വ്യത്യസ്തമായിട്ട് പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട്, പ്രധാനമന്ത്രിയുടെ വക്താവായിട്ടും അതിന് BJPക്ക് എത്രയോ ആൾക്കാരുണ്ട്, BJPക്ക് നല്ല നേതൃത്വമുണ്ട് പറയാൻ. ഇപ്പോൾ S. ജയശങ്കറെ പോലെ വളരെ മികവുള്ള ഒരു വിദേശകാര്യ മന്ത്രിയുണ്ട് ഈ കാര്യമൊക്കെ അവതരിപ്പിക്കാൻ. തരൂരിൻ്റെ ആവശ്യമൊന്നുമില്ല. തരൂർ S. ജയശങ്കർ നല്ല രാഷ്ട്രീയ നിലപാടും അദ്ദേഹം വിദേശകാര്യമന്ത്രിയാണ് നരേന്ദ്രമോദിയുടെ. തരൂർ ആ ഭാഗമല്ലല്ലോ. അപ്പോൾ തരൂരിന് പ്രത്യേകിച്ച് ആവശ്യമില്ല. അപ്പോൾ തരൂർ ഇവിടെ നിലപാടെടുത്തുള്ള കോൺഗ്രസ് MP ആയി ജയിക്കുകയും കോൺഗ്രസ് രാഷ്ട്രീയം മുൻനിർത്തി പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ ഇങ്ങനെ അഭിപ്രായം ആ സമയം അദ്ദേഹം നിയോജകമണ്ഡലം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് എങ്ങനെ അത് വോട്ട് നേടി, ആരൊക്കെ വോട്ട് ചെയ്തിട്ടുള്ളത്, ആ വോട്ട് ചെയ്ത ആൾക്കാരെ പരിഗണിക്കണ്ടേ? അവിടെ ശശിധരന് കിട്ടിയ വോട്ട് BJPക്ക് എതിരുള്ള വോട്ടുകളാണ് ശശിധരൻ നേടിയിട്ടുള്ളത്. അവരോട് എന്ത് മറുപടി പറയും? അപ്പോൾ അതൊന്നും ഒരു കൺസേൺ അല്ലാതിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രീയ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, സ്റ്റേറ്റ്സ്മാനാണ്, എനിക്കിത് കൊച്ചു കൊച്ചു കാര്യം, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയോ, കേരളത്തിലെ പ്രസംഗം ദാമോദർ പ്രസാദ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ ശശി തരൂർ പറയുന്നത് അത് വളച്ചൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഈ വ്യാഖ്യാനം വരുന്നത് എന്നുള്ള മട്ടിലാണ്, അല്ലെങ്കിൽ വിമർശനം വരുന്നത് എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ഒരു വളച്ചൊടിക്കലില്ലാതെ തന്നെ നമ്മളത് കേൾക്കുമ്പോൾ ഇത് 2019 ശേഷമാണ്, അല്ലെങ്കിൽ ഉറുക്ക് ശേഷമാണ് ഇങ്ങനെ നമ്മൾ അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്നത് എന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ആ വരികൾ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ കർശനമായ സന്ദേശം പാകിസ്ഥാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണോ BJPയുടെ അജണ്ട അത് തന്നെ പറയുന്നു എന്നല്ലേ നമുക്ക് തോന്നുക.
അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. ഇയാൾ കേൾക്കുമ്പോൾ വളച്ചൊടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാം. പക്ഷേ ഒരാൾ കേൾക്കുമ്പോൾ കിട്ടുന്ന പ്രതീതി, കാര്യം അക്കമിട്ട് തന്നെയാണ് പറയുന്നത്. ആ നേട്ടങ്ങൾ, സർക്കാർ നേട്ടങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അത് വിദേശത്തേക്കാൾ പനാമയോ ഗയാനയോ പോലെ രാജ്യത്തേക്കാൾ കൂടുതൽ ആഭ്യന്തരമായിട്ട് അതിൻ്റെ സ്വാധീനമാണ് തരൂർ നോക്കേണ്ടത്. പനാമയും ഗയാനയ്ക്കും ആ വിഷയം അറിയുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടെന്ത്, ഈ അതിർത്തി കടന്ന ഭീകരവാദത്തെക്കുറിച്ച് ഇന്ത്യയുടെ നിലപാടെന്ത്, അതിലിന്ത്യയാണ് അവരുടെ എന്താ പറയുക സൗഹൃദം തേടാൻ പോകുന്നത്. പക്ഷേ ഈ പഴയ ചരിത്രം എന്നല്ല, അങ്ങനെയാണ് 70 ചരിത്രം പറയാനുണ്ട്. അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചെറിയ പീരീഡിലേക്ക് ചുരുക്കുകയാണ്. അത് ഗയാനയുടെയും പനാമയുടെയും പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് ആഭ്യന്തരമായിട്ടാണ് അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത്. അത് തരൂരിന് മനസ്സിലാക്കുന്ന ആളൊന്നുമല്ല. കാര്യം 4 തവണ MP ആളും ഇന്ത്യൻ രാഷ്ട്രീയ, പിന്നെ ശശി തരൂർ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരല്ലാത്ത ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് പറയുമ്പോൾ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അദ്ദേഹം പര്യടനം നടത്തുന്ന കേരളത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ, കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സമവായം നടത്താനും അദ്ദേഹം ഇവിടെ നേതൃത്വത്തിൽ വരാനൊക്കെ ശ്രമങ്ങളായിട്ട് നടത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഷ്ട്രീയം അറിയാത്ത ആളെന്നല്ലെങ്കിൽ രാഷ്ട്രീയം ഉപദേശിക്കാനുള്ള അദ്ദേഹത്തിന് ഈ പ്രായോഗിക രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയം, ഇന്ത്യയിലെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതറിയാത്ത ആളൊന്നല്ല. പക്ഷേ ഇവിടെ വളരെ ബോധപൂർവ്വം തന്നെ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. ഒരു തവണയല്ല, 4 തവണ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടു. 4 തവണയിൽ അദ്ദേഹത്തിനാണെങ്കിൽ ഗവൺമെൻറ് തന്നെ നിലപാടുള്ള ആളാണ്. നരേന്ദ്രമോദി വ്യക്തിപരമായി തന്നെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി അങ്ങനെ വിമർശനം, അതേ തലത്തിലുള്ള വിമർശനം തന്നെ ഇപ്പോൾ എന്താ പറയുക കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ട കാര്യമില്ലെങ്കിൽ കൂടി മറ്റു തരം വിമർശനം പുസ്തകം എഴുതിയ ആളാണ്. ആ പുസ്തകം എഴുതിയാൽ 2019 തെരഞ്ഞെടുപ്പിൽ ഈ ഉറിയും പാലക്കോട് ശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് നിശബ്ദം പാലിച്ച ആളാണ്. പിന്നെ 2026 എങ്ങനെ പെട്ടെന്നൊരു ഓർമ്മ ഉണ്ടാവുന്നു, 2025 പെട്ടെന്നൊരു ആ ഓർമ്മ ഒന്നും ഇങ്ങനെ പ്രചരണത്തിനാവുന്നു. ഇതായിരുന്നോ ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം പോലെ സംശയമുണ്ട്. കാര്യം ഇന്ത്യയുടെ സന്ദേശം എത്തിക്കാനാണ്. ഇന്ത്യ എങ്ങനെയാണ് ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഒരു മുതലെടുപ്പ് അതുകൂടെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ വിദേശ രാജ്യങ്ങളിലെ സന്ദർശനം എന്നുള്ളൊരു വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു. അതിനൊരു ടൂളായിട്ട് ശശി തരൂർ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ, മുൻകാലത്ത് ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ദീർഘമായി സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ആളാണ്, പുസ്തകം എഴുതിയിട്ടുണ്ട് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് നമുക്ക് മുൻകാലത്ത് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ആ ഒരു ചേഞ്ചിലേക്കാണോ പോയിക്കൊണ്ട്? ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സെക്കുലർ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സെക്കുലർ നിലപാട് എന്താണ്, നമുക്ക് സെക്കുലർ നിലപാടെന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP സംബന്ധിച്ചിടത്തോളം BJP അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ സംഭവശേഷം BJP പരമാവധി ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഫലം ഗവൺമെൻറ്റിനാണെന്ന് നരേന്ദ്രമോദിക്കറിയാം, BJPക്ക് അറിയാം. ഈ വിദേശത്ത് നടത്തുന്ന ക്യാമ്പയിൻ ആണെങ്കിലും ആഭ്യന്തരമായിട്ടാണ് സ്വാധീനം എന്നുള്ള എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയും BJPക്കാണ് അത് വളരെ നമ്മൾ BJP വളരെ സ്ട്രാറ്റജിക്കലി വിജയിച്ചു. അപ്പോൾ അതിനുവേണ്ടി പക്ഷേ അതേസമയം ഞാൻ പറഞ്ഞ ഒരു അന്വേഷണക്കാരി ഇതിനെ എതിർക്കാൻ ആർക്കും പറ്റില്ല. കാര്യം രാജ്യത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് എല്ലാവർക്കും അനുകൂലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ വിദേശത്തുള്ള വളരെ ആലോചിച്ച് BJPയുടെ തീരുമാനമാണ്. വളരെ അതിന് നമ്മൾ ആലോചിക്കണം. അത്ര സ്ട്രാറ്റജികളൊക്കെ നമ്മൾ അംഗീകരിച്ചാലേ പറ്റുള്ളൂ. കാര്യം അത്ര വിദഗ്ധമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പോകുന്നു. അതിൽ തരൂരിനെ പോലൊരാൾ കോൺഗ്രസിൻ്റെ MP തന്നെ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള MPയും അന്താരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന ആളും സ്വയം വിശ്വപൗരൻ എന്ന് വിളിക്കുന്ന ആളും BJPക്ക് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ, BJPയുടെ വക്താവാണെങ്കിൽ BJPയുടെ വിജയം തന്നെയാണ്. ആ നിലയിൽ കോൺഗ്രസ് ക്ഷീണം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളതിൽ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ജയറാം രമേശ് വന്ന് എതിർപ്പ്. പക്ഷേ ഇവിടെ തരൂർ വേറൊരു കാര്യം കൂടി ഒപ്പിക്കുന്നുണ്ട്. തരൂർ ചെയ്യുന്ന സമയത്ത് തരൂർ നടത്തുന്ന വിമർശനത്തിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഉയർത്തുന്ന വിമർശനങ്ങളെക്കുറിച്ച് തരൂർ നിശബ്ദം പാലിക്കുകയാണ്. തന്നെ കോൺഗ്രസ് പാർട്ടി പ്രതിദാനം ചെയ്യുന്ന, തന്നെ ജയിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയം കൂടി ഇതിനകത്ത് പറയാനും അത് സംസാരിക്കാനും ബാധ്യതയുണ്ട്. ഒരു അക്ഷരമില്ല. ഈ ലിബറലായിട്ടുള്ള ശശി തരൂർ, സെക്യുലർ ലിബറലായ ഈ നമ്മുടെ അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ശബ്ദം പാലിച്ചു? മധ്യപ്രദേശിലെ മന്ത്രി സോഫിയ ഖുറേഷിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിശബ്ദം പാലിച്ചു? അതൊന്നും പറയുന്നില്ലല്ലോ. അത് ഞാൻ വിദേശത്ത് പോയി പറയുന്ന പറയില്ല, കാരണം വിദേശ വിഷയമായിരിക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ ഇന്ത്യക്കകത്ത് പറയാലോ അദ്ദേഹത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതെ. കാര്യം കോൺഗ്രസ് MP ആണ്, ലിബറലാന്ന് അവകാശപ്പെടുന്ന ആളാണ്, സെക്യുലറാന്ന് അവകാശപ്പെടുന്ന ആളാണ്. അവിടെയാണ് അദ്ദേഹത്തിന് ലിബറൽ കാഴ്ചപ്പാട്, സെക്യുലർ കാഴ്ചപ്പാട് സംശയത്തിന് വിധേയമാവുന്നത്. അതിന് ഞാൻ നിലപാടെടുക്കാവുന്ന കാര്യമല്ലേ? അദ്ദേഹം ഇന്ത്യയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ പാകിസ്ഥാനായി ബന്ധപ്പെട്ടുള്ള ഈ അതിർത്തി കടന്ന് ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് ലോകത്ത് പറയുമ്പോൾ ആഭ്യന്തരമായിട്ട് ലിബറൽ നിലപാട് സ്വീകരിക്കുന്ന പല കാര്യം പറയുന്നത് ഇത് വളരെ വ്യക്തമായ കാര്യമല്ലേ? കാര്യം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സോഫിയ ഖുറേഷി വളരെ അപകീർത്തികരമായി സംസാരിച്ച BJP മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ശബ്ദം പാലിച്ചു. അതിൽ കോൺഗ്രസ് ഈ നിലപാടിന്, ആ കോൺഗ്രസ് നിലപാടിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാൻ ബാധ്യതയുണ്ട് എന്താണെന്നുള്ളത്. കോൺഗ്രസ് ഇന്ത്യ ഒരു നിലപാടൊന്നല്ല, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തോടെ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് തരൂർ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ തരൂരിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളെ സംബന്ധിച്ച് പലതരത്തിൽ സംശയാസ്പദമാണ്. ഇതിന് കാരണം എനിക്ക് തോന്നുന്ന കാര്യം
തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാൽ തരൂർ കാഴ്ചപ്പാടുണ്ട്. ഇനി ഒരു വർഷം മത്സരിക്കില്ല എന്നായിരിക്കും കാഴ്ചപ്പാട്. മത്സരിക്കുന്ന കാഴ്ചപ്പാട് കേന്ദ്രത്തിൽ BJP നിൽക്കണം. അദ്ദേഹം ഒരുപക്ഷെ BJPയെ ചേർന്ന് മറ്റൊരു ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു സാധ്യതകളൊക്കെ ആരായുന്നുണ്ടാവാം. അല്ലാത്ത പക്ഷം ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് ഒരു കേരളത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്ന ആൾ, അത് രാജ്യമന്ത്രിയെ തോൽപ്പിച്ച ഒരാൾ നിലയ്ക്ക് ഇങ്ങനെ ആയിരിക്കില്ല നിലപാടെടുക്കുക. ഇവിടെ അദ്ദേഹം അവകാശപ്പെടുന്ന കാര്യമുണ്ട്, കേരളത്തിൻ്റെ കൊച്ചു കൊച്ചു രാഷ്ട്രീയമോ ഗ്രൂപ്പിസോ ഒന്നുമല്ല എൻ്റെ പ്രശ്നം, ഞാൻ സ്റ്റേറ്റ്സ്മാൻ അംഗീകരിച്ചു. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് നെഹ്റു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, രാജ്യത്തിന് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല, രാജ്യത്തിന് വേണ്ടിയാണോ ഗവൺമെൻറ് വക്താവുക എന്നുള്ള വേർതിരിവുണ്ട്. രാജ്യത്തിൻ്റെ വക്താവുന്നു ഗവൺമെൻറ് വക്താവുന്ന രണ്ട് കാര്യമല്ലേ, രണ്ട് കാര്യമാണ് അതിൻ്റെ അകത്ത്. ഗവൺമെൻറ് വക്താവും ഗവൺമെൻറ് മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ വേറെയുണ്ട്. അതിന് അവർക്ക് പോലും പ്രശ്നമായിട്ട് ചിലപ്പോൾ, കാര്യം അവരൊക്കെ ഈ മികവിൻ്റെ കാര്യത്തിൽ അവരായിട്ടാണ് മത്സരിക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്, ആ പേര് ജയിച്ചു വന്ന ആളാണ്, ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ആളാണ്. അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക. മാത്രമല്ല അതിനൊപ്പം തന്നെ കാര്യം ചെയ്യണം, ഇവർ സംശയം നിരത്താക്കുന്നുണ്ട്. ഈ ഇപ്പോൾ BJP ഹാൻഡിലുകൾ കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധി തരൂരിനെ വേർതിരിക്കുന്നുണ്ടല്ലോ. വേർതിരിച്ചുകൊണ്ട് ഇതൊരു ദേശദ്രോഹികളുടെ വിഭാഗവും തരൂർ ദേശാഭിമാനിയായിട്ടുള്ള വിഭാഗം, അതുകൊണ്ട് നിലയ്ക്കാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാൻ ബാധ്യതയില്ലേ? അങ്ങനെ വേർതിരിക്കേണ്ടതാണോ? താൻ പ്രധാന ചെയ്ത രാഷ്ട്രീയ പാർട്ടി വേർതിരിക്കണം. അപ്പോൾ ഒരു വൈരുനിര്യാതന ബുദ്ധിയോടെ പെരുമാറുന്ന പോലെ അനുഭവപ്പെടുന്നുണ്ട്. കാര്യം കോൺഗ്രസ് പാർട്ടിയോട് വൈരുനിര്യാതന ബുദ്ധിയോടെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട്. ആ തോന്നലുണ്ടാക്കുന്നതിന് കാരണം ഇപ്പോഴല്ല തുടങ്ങിയിട്ടുള്ളത്, ഇത് കുറച്ച് ഈ പഹൽഗാം ഭീകരാക്രമണം തന്നെ സമയം എടുത്തു തുടങ്ങി. കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ അകത്ത് ആ സമയത്ത് തന്നെ ചർച്ചയുണ്ടായില്ലാണല്ലോ. അദ്ദേഹം BJPയിലേക്ക് പോകാൻ തുടങ്ങിയ ചർച്ചകൾ ആ സമയത്ത് തന്നെ വന്നു തുടങ്ങി. അതെന്തിനാണ് ആൾക്കും അതിൻ്റെ അവ്യക്തത എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അതിൻ്റെ ദുരൂഹത എന്നായിരിക്കും നല്ലത്. ദുരൂഹത. പക്ഷേ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്നില്ല, മത്സരിക്കാൻ പോകാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഉയർന്ന സ്ഥാനങ്ങൾ നോക്കണ്ടാലും BJPയുടെ കൂടെ അടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കാം എന്നൊക്കെ ആയിരിക്കാം അതിൻ്റെ അകത്ത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഈ ശശി തരൂർ 4 വട്ടം മത്സരിച്ച് ജയിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം ഈ സമീപകാലത്ത് കോൺഗ്രസിൽ പ്രകടിപ്പിച്ചിരുന്നു. തരൂരിൻ്റെ ഈ നിലപാടുകൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും, കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ മാറ്റിവെക്കുക, 2 വലിയ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നുണ്ട്. ഈ സ്റ്റാൻഡുള്ള തരൂരിനെ നിലനിർത്തുക എന്ന് പറയുന്നത് UDFനെയും കോൺഗ്രസിനെയും കേരളത്തിലും ബാധിക്കില്ലേ? അല്ല, തരൂർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശശി തരൂരിൻ്റെ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷി, കോൺഗ്രസ് UDF പ്രധാന ഘടകകക്ഷി നേതാക്കളെ പോയി കാണുന്നു, അവർക്ക് സ്വീകാരനാവാൻ നോക്കുന്നു. എല്ലാ കേരളത്തിൽ NSSൻ്റെ ആസ്ഥാനത്ത് പോകുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പുസ്തകത്തിൽ ശരിക്കും NSനെ വിമർശിക്കുന്നുമുണ്ട്, NSനെ നായർ വിഭാഗത്തിൽ വിമർശിക്കുന്നുണ്ട് വളരെ ഇതായിട്ട്. ഈ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് NSൻ്റെ അടുത്ത് പോകുന്നു. എനിക്ക് തോന്നുന്നു അവരൊക്കെ NSൻ്റെ നേതാക്കൾ വായിച്ചിട്ടും എനിക്കറിയില്ല. വളരെ പരിഹാസപൂർവ്വം പറയുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അവിടെ പോകുന്നു, അവരെ കാണാൻ ആസ്ഥാനത്ത് പോകുന്നു, എല്ലാ സ്ഥലത്തും പോകുന്നു, എല്ലാ സ്വാധീനം ഉണ്ടാക്കുന്നു. അപ്പോൾ കേരള രാഷ്ട്രീയം എന്നൊരു താല്പര്യം ഉണ്ടെന്നാണ് ആ കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അത് ഇല്ലയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പക്ഷേ ആ താല്പര്യം ഇതോട് ശമിച്ചു. ഇനി ആ താല്പര്യം സാധില്ല. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ചോളം പ്രശ്നമുണ്ട്. കോൺഗ്രസ് കേരള നേതൃത്വം അദ്ദേഹം അത് ദേശീയ നേതൃത്വം ഏറ്റെടുക്കട്ടെ, ദേശീയ തിരുത്തട്ടെ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. കാര്യം തള്ളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയം പറയും, കൊണ്ടാൽ ഈ അഭിപ്രായത്തിൽ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശശി തരൂരും സത്യത്തിൽ അങ്ങനെ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ CPM പോലെ രാഷ്ട്രീയ പാർട്ടി നിലപാട് അപ്പെടുത്തുണ്ടാവും. സോമനാഥ് ചാറ്റൂരിൻ്റെ നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ എടുക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യം. ഈ സൗകര്യം നോക്കിയിട്ടാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. BJPയിലാണ് സമ്മതിക്കൂ, വേറൊരു രാഷ്ട്രീയ പാർട്ടി സൗകര്യം. അപ്പോൾ നൈതികമായിട്ടൊരു അഭാവം ഇതിൻ്റെ അകത്ത് പ്രധാനമാണ്. കോൺഗ്രസിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയം ഉപയോഗിക്കുക, അതേ സമയം അതിന് പണി കൊടുക്കുക എന്നാണ്. 4 തവണ പ്രധാനം ചെയ്ത 4 തവണ ഇലക്ഷൻ മത്സരിക്കാൻ ഇത് കൊടുത്തൊരു പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഈ വേറെ തരത്തിലുള്ള ശത്രുതയും വന്നിട്ടൊന്നുമില്ല. എന്നിട്ടും ഈ സമയം എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കര തന്നെ ആയിരിക്കും. അപ്പോൾ കേരള രാഷ്ട്രീയം എനിക്ക് കേരള കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നൊരു കാര്യം, അവർ ദേശീയ നേതൃത്വം അവർക്ക് പെട്ടെന്നൊന്നും ഒരു നിലപാടെടുക്കാൻ ഈ കാര്യത്തിൽ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ശശി തരൂർ ഒരു സ്വാധീനം താൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത് അത് ദുർബലപ്പെടുന്നുള്ള കാര്യമാണ്. കേരളത്തിൽ ഒരു പക്ഷേ തരൂരിൻ്റെ താല്പര്യങ്ങൾ ഈ നിലയ്ക്ക് തരൂരിൻ്റെ സ്വാധീനം എനിക്ക് തോന്നുന്നില്ല അതേപോലെ സ്വീകരിക്കപ്പെടുന്നു. കാര്യം കേരളത്തിലെ കേരളത്തിൻ്റെ ഒരു വ്യത്യസ്ത സ്വഭാവം ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. ആ വ്യത്യസ്ത സ്വഭാവത്തിൻ്റെ തരൂരിനെയും ജനങ്ങൾ കാണാൻ പോകുന്നുള്ള എൻ്റെ തോന്നൽ. എന്തായാലും ശശി തരൂർ ഇനി വരും ദിവസങ്ങളിൽ ഏത് വിധത്തിലായിരിക്കും വിദേശ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടയിൽ സംസാരിക്കാൻ പോവുക എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാട് സംബന്ധിച്ച് കുറച്ചും കൂടെ ഒരു വ്യക്തത വന്നേക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ പരാമർശങ്ങളും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP നടത്തുന്ന പ്രചരണങ്ങൾ, ഇതിലൊന്നിലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രതികരണം, അല്ലെങ്കിൽ താനൊരു കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന മറ്റുള്ളൊരു പ്രതികരണം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുമ്പോൾ അത് ആശയക്കുഴപ്പത്തിലാക്കുന്നത്, വലിയ ക്രൈസിസിലേക്ക് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് പാർട്ടിയെയും അതിൻ്റെ നേതൃത്വത്തെയും അതിൻ്റെ പ്രവർത്തകരെയും ഒക്കെയാണ്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.